ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും ആശുൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 3ാം ക്ലാസ്സുകാരുടെ ഫസ്റ്റ് മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ എക്സാമിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ 3ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും കാണാം. എന്നിട്ട് എക്സാമൊക്കെ വളരെ ഈസി ആയിട്ട് എഴുതിയിട്ട് മുഴുവൻ മാർക്ക് മേടിക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആവാനായിട്ട് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ കൂട്ടുകാർക്ക് പരീക്ഷയിൽ ഇങ്ങനെ നിങ്ങളുടെ പേരും അതുപോലെ നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ പേരും ഒക്കെ എഴുതാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ ക്ലാസ് ഡിവിഷനും മക്കൾ എഴുതണം. അതൊക്കെ മക്കൾക്ക് അറിയുന്നതാണ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെല്ലാം പൂരിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രവർത്തനത്തിലോട്ട് പോവാം. ഓക്കെ മക്കളെ, നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം നോക്കിക്കേ. കൂട്ടുകാർക്കുള്ള പ്രവർത്തനം 1, വായിക്കാം എഴുതാം. മലമുകളിലാണ് ഞാൻ ജനിച്ചത്. കൊല്ലവും തീയതിയുമൊന്നും എനിക്കറിയില്ല. എൻ്റെ ഇന്നത്തെ വലിപ്പമൊന്നും അന്നെനിക്കില്ലായിരുന്നു. ഒരു ചെറിയ നീർച്ചാല് ഒഴുകുന്തോറും വീതിയും ആഴവും കൂടി. അങ്ങനെ വലുതായി ഇന്നത്തെ രൂപത്തിലെത്തി. വരുന്ന വഴിക്ക് എത്രയെത്ര ചാട്ടങ്ങൾ! തടസ്സം നിന്ന കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകി എൻ്റെ വഴി ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അനേകതരം മത്സ്യങ്ങൾക്ക് ഞാൻ അഭയം നൽകി. കടന്നു പോകുന്ന നാടുകളിലെല്ലാം കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും ഞാൻ സഹായിച്ചു. മഴക്കാലത്ത് ഞാൻ നിറഞ്ഞ് കുതിച്ചൊഴുകി. വേനലിൽ ഞാൻ മെലിഞ്ഞ് തളർന്നൊഴുകി. എൻ്റെ യാത്ര കടലിലേക്കാണ്. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ ഒരു പുഴയുടെ ഒരു സ്റ്റോറിയാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും നമ്മൾ വായിച്ചിട്ടുള്ള ആ ഒരു പാരഗ്രാഫിലുണ്ടായിരിക്കും. അപ്പം മക്കൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടി ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. എവിടെയാണ് പുഴ ജനിച്ചത്? എവിടെയായിരുന്നു മക്കളെ? നമുക്കിവിടെ 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. കടലിൽ, കാട്ടിൽ, മലമുകളിൽ, നാട്ടിൽ. എവിടെയായിരുന്നു മക്കളെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത് അല്ലേ. എവിടെയാണ്? മലമുകളിലാണ് നമ്മുടെ പുഴ ജനിച്ചത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് മക്കളെ എഴുതേണ്ടത് കേട്ടോ. എന്താണ്? മല മുകളിൽ എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ബി ക്വസ്റ്റ്യനിലോട്ട് പോകാം. വെള്ളം എന്ന അർത്ഥം പ്രയോഗിച്ചുള്ള പദം ഏതാണ്? വെള്ളം എന്ന അർത്ഥം പ്രയോഗിച്ചിട്ടുള്ള പദം ഏതാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നീര്, അഭയം, ആഴം, മത്സ്യം അല്ലേ. ഏതാണ് മക്കളെ? നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ നീര് എന്നതാണ് വെള്ളം എന്ന പദത്തിന് എന്ന അർത്ഥം വരുന്ന പദം ആയി പ്രയോഗിച്ചിട്ടുള്ളത് അല്ലേ. നീര് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം. ഓക്കെ മക്കളെ, ഇനി നമുക്ക് 3ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം അല്ലേ. സി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരിക്കൽ കൂടി ടീച്ചർ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് കൂടുതൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആവശ്യമായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാം കിട്ടും. എക്സാമിൻ്റെ തലേ ദിവസം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ എക്സാമിന് ശേഷവും നിങ്ങൾക്ക് വീക്കിലി 3 days ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അപ്പം താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, സി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജനിച്ചപ്പോൾ പുഴ എങ്ങനെയായിരുന്നു മക്കളെ? വലിയ വെള്ളച്ചാട്ടം, ചെറിയ നീർച്ചാല് പോലെ, വലിയൊരു പാറ പോലെ, ചെറിയ കല്ല് പോലെ. എങ്ങനെയായിരുന്നു? ചെറിയ നീർച്ചാല് പോലെയായിരുന്നു അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ചെറിയ നീർച്ചാല് പോലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്നു ഒഴുകി എന്ന് പറയുന്നതിലൂടെ എന്തായിരിക്കാം പുഴ ഉദ്ദേശിച്ചത്? എന്തായിരുന്നു മക്കളെ? ഏറെ നേരം ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു. വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു. കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു. വീതിയും ആഴവും കൂടിയതിനാൽ പുഴ മെലിഞ്ഞു. എന്താണ് മക്കളെ?
എന്താണ് പുഴ ഉദ്ദേശിക്കുന്നത്? വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്നൊഴുകി എന്ന് പറഞ്ഞത് വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു എന്നതാണ് അല്ലേ. വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു എന്നതാണ് പുഴ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പുഴയ്ക്ക് ഒഴുകാൻ തടസ്സം നിന്നത് ആര്? പാറ, മത്സ്യം, മരം, മല. ഏതായിരുന്നു മക്കളെ? നമുക്ക് വായിക്കാനായിട്ട് തന്നുള്ള ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, പാറകളും കല്ലുകളും ഒക്കെയാണ് പുഴയ്ക്ക് ഒഴുകാൻ തടസ്സമായി നിന്നിട്ടുള്ളത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലോട്ട് പോകാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രവർത്തനം 2, വരികൾ കൂട്ടിച്ചേർക്കാം. അത്തിമരക്കാട്ടിൽ ഉത്സവം തുടങ്ങി. കാട്ടിലെ കൂട്ടുകാരെല്ലാം ഉത്സവം കാണാനെത്തി. അവർ പാടിയ പാട്ടിൻ്റെ ആദ്യ വരികളാണ് ചുവടെയുള്ളത്. കൂടുതൽ വരികൾ എഴുതി ചേർക്കൂ, കവിത വായിക്കൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താണ്, അത്തിമരക്കാട്ടിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. കാട്ടിലെ കൂട്ടുകാരെല്ലാം ഉത്സവം കാണാൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവർ പാടിയിട്ടുള്ള പാട്ടിൻ്റെ വരികൾ നമുക്കവിടെ താഴെ തന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കൂടുതൽ വരികൾ ചേർത്തെഴുതാനാണ് മക്കളുടെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. കവിതയുടെ താളത്തിൽ എഴുതി നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ്, അത്തിമരക്കാടുകളിൽ ഉത്സവമാണേ, ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ, പീലി വിരിച്ചാടിയ മയിലുകൾ വന്നേ. അതിനുശേഷം ഒരു 3 ലൈൻസ് മക്കളെടുത്ത് അവിടെ ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് എന്തൊക്കെ എഴുതാം? ഇവിടെ നോക്കിക്കേ, ഇവിടെ ടീച്ചർ 3 ലൈന് ടീച്ചർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മക്കൾക്ക് വേറെ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതേ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കിക്കേ, മിസ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പാട്ടുപാടും കുയിലുകൾ വന്നേ, ഒത്തൊരുമിച്ച് എല്ലാവരും അത്തിമരക്കാട്ടിൽ ഇന്ന് ഉത്സവമാണേ. അപ്പോൾ എന്ത് ചെയ്യാം, അതും കൂടി നമുക്ക് ഇതിൽ ചേർത്ത് എഴുതാം കേട്ടോ. നോക്കിക്കേ, അത്തിമരക്കാടുകളിൽ ഉത്സവമാണ്, ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ, പീലി വിരിച്ചാടിയ മയിലുകൾ വന്നേ, പാട്ടുപാടും കുയിലുകൾ വന്നേ, ഒത്തൊരുമിച്ച് എല്ലാവരും അത്തിമരക്കാട്ടിൽ ഇന്ന് ഉത്സവമാണ്. അപ്പോൾ ഇതേ രീതിയിൽ മക്കൾക്ക് ആ ഒരു കവിതയിലോട്ട് വരികൾ ചേർത്തെഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, എങ്കിൽ നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോയാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, പ്രവർത്തനം 3, സംഭാഷണം എഴുതാം. കാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുത്ത സന്തോഷത്തിലാണ് കുഞ്ഞരിപ്രാവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി അവൾ നാട്ടിലെ കൂട്ടുകാരിയായ വെള്ളരിപ്രാവിൻ്റെ അടുത്തെത്തി. അവർ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും? ഓക്കെ മക്കളെ, മക്കൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ കുഞ്ഞരിപ്രാവിനെ? അവൾ കാട്ടിലെ ഉത്സവം എല്ലാം കൂടിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് അവളുടെ കൂട്ടുകാരിയായ വെള്ളരിപ്രാവിനെ കാണാനായിട്ട് ചെന്നതാണ് അല്ലേ. അപ്പം അവിടെ എത്തി അവൾ എന്ത് ചെയ്തു, കാട്ടിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയാണ് സംസാരിച്ചത് എന്നാണ് മക്കൾ എഴുതേണ്ടത് കേട്ടോ. നോക്കിക്കേ, വെള്ളരിപ്രാവ് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ഡയലോഗ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നീ ഇന്ന് സന്തോഷത്തിലാണല്ലേ എന്ന് ചോദിച്ചത് കേട്ടോ. അപ്പം ബാക്കി മക്കൾ എന്ത് ചെയ്യണം, അവിടെ പൂർത്തീകരിക്കണം. നോക്കിക്കേ, ടീച്ചർ ഇവിടെ ഒരു മോഡൽ കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംഭാഷണം പൂർത്തിയാക്കുക കേട്ടോ. നോക്കൂ, വെള്ളരിപ്രാവ്, നീ ഇന്ന് സന്തോഷത്തിലാണല്ലോ. കുഞ്ഞരിപ്രാവ്, അതെ, ഞാൻ ഇന്ന് ഒത്തിരി സന്തോഷത്തിലാണ്. വെള്ളരിപ്രാവ്, എന്താ നിനക്ക് ഇത്ര സന്തോഷിക്കാൻ? കുഞ്ഞരിപ്രാവ്, എൻ്റെ കാട്ടിൽ ഉത്സവമായിരുന്നു. വെള്ളരിപ്രാവ്, അതെയോ, എന്തൊക്കെയായിരുന്നു ഉത്സവത്തിന് മത്സരങ്ങൾ? കുഞ്ഞരിപ്രാവ്, അലറൽ മത്സരം, ഇഴയൽ മത്സരം, കൂവൽ മത്സരം എന്നിങ്ങനെ ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു. വെള്ളരിപ്രാവ്, കാനനോത്സവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കുഞ്ഞരിപ്രാവ്, ഇഷ്ടപ്പെട്ടു. സിംഹരാജൻ ഉൾപ്പെടെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അപ്പം ഇങ്ങനെയൊക്കെ കൂട്ടുകാർക്ക് ആ ഒരു സംഭാഷണം പൂർത്തീകരിച്ച് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ 3 പ്രവർത്തനങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും മക്കൾക്ക് മലയാളത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ ഡിസ്കസ് ചെയ്യാം. പിന്നെ മെമ്പർഷിപ്പിൻ്റെ കാര്യം കൂട്ടുകാർ ഒന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.